കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ കരിക്കോത്തി അമ്മയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒന്നോ രണ്ടോ വാക്കുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാനും ആവില്ല. പെറ്റമ്മയുടെ മനസ്സുരുകയുള്ള പ്രാർത്ഥനയ്ക്ക് എന്നായാലും ഫലം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അതനുഭവിച്ചവളാ ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്. ഇതിനൊക്കെ ഞാനും എന്റെ കുടുംബവും എന്നും കരിക്കോത്തിയമ്മയോട് കടപ്പെട്ടിരിക്കുകയാണ്. എന്റെ കുട്ടിയെ വേഗം എന്റെ മുന്നിൽ എത്തിക്കണം. നമ്മുടെ വായ്പയുടെ കാര്യം ഉണ്ടായി. അതൊക്കെ അവിടെ ചോദിക്കേ. എന്താ കാര്യം? നമ്മളൊരു അത്യാവശ്യ കാര്യത്തിന് കുറച്ച് കാശ് വായ്പയായിട്ട് ചോദിച്ചിരുന്നു. അതിന്റെ വല്ല അറുമ്പാതം ആയോണ്ടൊന്ന് അറിഞ്ഞിട്ട് പോവാൻ വന്നതാ. അവിടെ ഇരിക്കുന്ന ആളിനോട് ചോദിക്കാം. എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. അവിടെ ആദ്യം ചോദിച്ചത്, അപ്പൊ പറഞ്ഞു ഇവിടെ ചോദിക്കാൻ. എന്റെ പൊന്നേമാനെ, എനിക്കിപ്പ അറിയണം എന്റെ വായ്പയുടെ കാര്യം എന്തായിരുന്നു. ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല. പോയിട്ട് 1-2 ദിവസം കഴിഞ്ഞു വാ. ഇവിടെ മനുഷ്യൻ തീ നിന്നാ ജോലി ചെയ്യുന്നത്. അപ്പഴാ ഹലോ, സുഖം തന്നെ? എവിടെ ഇപ്പൊ? ഓ, ഞാനീ കാട്ടുപോക്കി തന്നെയാ. അവളെ മോനെ നാട്ടിലാ. നീ ഒരു ദിവസം നമ്മുടെ ടീംസിനൊക്കെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ. ഇവിടെ അടിച്ചു പൊളിക്കാൻ പറ്റിയ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ആ, അതുണ്ട്. പൈസ കൊടുത്താ പുഷ്പം പോലെ കിട്ടുവളിയാ. നീ ധൈര്യമായിട്ട് വാ. തിരക്കൊന്നുമില്ല, നീ പറഞ്ഞോ. ആണോ? പിന്നെ നീ സമയം കിട്ടുമ്പോ വിളിക്ക്. നീ ഇതുവരെ പോയില്ലേ? പോകാൻ ഞാൻ പറഞ്ഞല്ലേ. പോണെങ്കിൽ നമ്മള് ചോദിച്ചതിന് ഉത്തരം എന്താ? എന്നിട്ട് നമ്മള് പോവാ. പുറത്തേക്ക് ഇറങ്ങാനല്ലേ നിന്നോട് പറഞ്ഞത്? ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. നീ ഒരുത്തനെയും വിളിക്കൂല. കണ്ണമ്മ കലിപ്പിലാണല്ലോ. എനിക്ക് മാനേജറുടെ കാര്യം പോക്ക. ഇവിടെ ആരുമില്ലേ ഇവിടെ ഒന്ന് വെളിയിൽ ഇറക്കാൻ? ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ ദേഹത്ത് തൊട്ടാ പിന്നെ കളി മാറും. ഇതൊരു ശല്യായല്ലോ. ശല്യം നമ്മൾക്ക് വേണ്ട എന്താന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. അപ്പൊ നിനക്ക് നേരമില്ല, ഒന്നിനും നേരമില്ല. ഇല്ലാത്ത നേരം ഉണ്ടാക്കി തന്നിട്ടേ കണ്ണമ്മ ഇവിടുന്ന് എങ്ങോട്ടേലും പോവും. ഇവിടെ വരുന്ന ഓരോരുത്തരുടെ കാര്യങ്ങൾ നോക്കാനും അറിയാനും പരിഹാരം കാണാനും ഒക്കെയാ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ നീ കുട്ടികൾ കളിക്കണോ? നമ്മൾ ആരുടെ അടിമയാണോ? നമ്മൾക്കും ഉണ്ട് ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും. ഈ നേരോന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഒരുപോലെ തന്നെയാ. നിന്റെ ആഫീസർ കളിയൊക്കെ അങ്ങ് വെച്ചിട്ട് മര്യാദക്ക് ഇടപെട്ടുകൊള്ളണം. ഇല്ലെങ്കിൽ നിന്റെ ഈ കിടുത്താപ്പുളൊക്കെ വെച്ച് കാട്ടിലെറിയും നമ്മള്. വിരട്ടലും കണ്ണുരുട്ടലും കണ്ട് പേടിക്കുന്നവരുണ്ടാവും. അവരുടെ കൂട്ടത്തില് നീ കണ്ണമ്മ പെടുത്തരുത്. ചോദിക്കുന്ന സംശയങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ മറുപടി തന്നോളണം. ഇല്ലെങ്കിൽ നിന്റെ ആഫീസർ പണി നിർത്തിക്കും നമ്മള്. പറഞ്ഞു മനസ്സിലായ? സോറി പെങ്ങളെ, എനിക്കൊരു അബദ്ധം പറ്റിയതാ.
സംസാരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഈ താളത്തിലായിരുന്നില്ലല്ലോ നേരത്തെ നിന്റെ സംസാരം. നമ്മൾ ഉൾപ്പെടുന്നവര് മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടണം കടന്ന് ഉണ്ടാക്കണ പൈസയാ ഇവിടെ കൊണ്ട് നടക്കുന്നത്. അതിൽ നിന്നാ നീ മാസം കൂലി വാങ്ങുന്നത്. നീ നേരത്തെ ഇടി കൂടെ പറയണ കേട്ട് ഇവിടെ എല്ലാം കിട്ടുന്നൊക്കെ. നിന്റെ ആ ഒറ്റ നോട്ടത്തില് നമുക്ക് മനസ്സിലായി നീ എന്താ മനസ്സിൽ വച്ചേക്കുന്നേന്ന്. നിന്റെ മറ്റൊറ്റ സംസാരവും നോട്ടവും ഇവിടെ ഉള്ള ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് നേരെ വീണാനുണ്ടല്ലോ, രണ്ട് കാലിൽ ഞെളിഞ്ഞ് നീ മല ഇറങ്ങൂല. വെട്ടി അറിഞ്ഞ് തേയിലിട്ടോട്ടില് തടയിടും നിന്നെ. മനസ്സിലായടാ? കണ്ടോ രവി, അവരുടെ ആ ഭാഷ തന്നെ നീ കേട്ടോ? ഇനിയും നീ വിശ്വസിക്കുന്നുണ്ടോ ഇത് നിന്റെ ശ്രീലക്ഷ്മിയാണെന്ന്? എന്റെ വിശ്വാസമല്ല രചന, സത്യം എനിക്കറിയേണ്ടത്. ഈ പെൺകുട്ടി ശ്രീലക്ഷ്മി ആണെങ്കിലും അല്ലെങ്കിലും എന്നെയും അവളെയും കണക്ട് ചെയ്യുന്ന എന്തോ ഒന്നും ഞങ്ങൾക്കിടയിലുണ്ട്. അതാണ് ഈശ്വരനായിട്ട് അവളെന്റെ മുന്നിലെത്തിച്ചത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അറിയണം. ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും അണുവിടവിടാതെ എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതിനുശേഷം തീരുമാനിക്കാം എന്റെയും നിന്റെയും സംശയങ്ങളിൽ ശരിയാരുടേതാണെന്ന്. സർ, ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നെങ്കിലും എടുത്ത് കഴിക്കണം. കഴിഞ്ഞ ദിവസവും സാർ ഒന്നും കഴിച്ചില്ല. കൂടെയുള്ള ആള് കഴിച്ചായിരുന്നു. പിന്നെ സർ, ഞങ്ങളൊരു കാര്യം പറഞ്ഞാൽ സാറിന് വിഷമമൊന്നും തോന്നരുത്. സാർ ഇപ്പോഴും സാറിന്റെ ഭാര്യയായിരുന്ന ശ്രീലക്ഷ്മിയെ നോക്കി ഇരിക്കുവാണല്ലോ. അത് ബുദ്ധിയല്ല സർ. ഇതിപ്പോ ഇത്രയും നാളായ സ്ഥിതിക്ക് ഞാൻ വേറൊന്നും കൊണ്ട് പറയുന്നതല്ല. ഇനിയും കുഞ്ഞു വരുന്നത് നോക്കിയിരിക്കുന്നത് മണ്ടത്തരോ? ഇവിടെ ജീവിച്ചു വന്ന നാളായിട്ടുള്ള അനുഭവം കൊണ്ട് പറയുകയാണ്. ഇതുപോലെ കുറെ ആൾക്കാരെ ഞങ്ങൾക്കറിയാം. പുണ്യപീഠത്തിലേക്ക് പോയി ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവിടെ എത്തിപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. എത്തിപ്പെട്ടാൽ കൈലാസം. അതാണ് പുണ്യപീഠം പുണ്യം എന്ന് പറയുന്നത്. സാറിന് ഇനിയും ഒരുപാട് ജീവിതം ബാക്കിയുള്ളതല്ലേ? സാറ് നാട്ടിലേക്ക് തിരിച്ചുപോയി ഒരു പുതിയ ജീവിതം തുടങ്ങണം.
സാറിനെ ഉപദേശിക്കാൻ ഞങ്ങൾ ആളല്ല. എങ്കിലും സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഇത്രയും പറയണമെന്ന് തോന്നി. ഗുഡ് നൈറ്റ് സാർ. എന്താവശ്യമുണ്ടെങ്കിലും സാറ് വിളിച്ചാൽ ആ രവി, പോയ കാര്യം എന്തേ രാറാം? ഞാനും ധർമ്മജൻ ചേട്ടൻ കൂടി കുറെ അന്വേഷിച്ചു. ആ പെൺകുട്ടിയുടെ പേര് കൺമണി എന്ന. ഇവിടെ ചിലരൊക്കെ കണ്ണമ്മ എന്നാ വിളിക്കുന്നത്. പക്ഷേ ധർമ്മജൻ ചേട്ടൻ അവൻ അറിയില്ല. ദേവിയുടെ ഒരു അനിയത്തി പുറം നാട്ടിൽ എവിടെയോ പഠിക്കാൻ പോയിട്ടുണ്ട്. അവൾ തിരിച്ചു വന്നു. അത്ര മാത്രമേ അറിയൂ. അതെ സാർ, ഞാൻ ആ കുട്ടിയെ ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളൂ. കുറച്ച് താഴെ സി ബ്ലോക്കിൽ അവർ താമസിക്കുന്നത്. ഈ പറഞ്ഞ കൺമണിക്ക് ആകെയുള്ളത് ആ ചേച്ചിയും ഒരു അനുജനുമാണ്. ദേവി എന്ന ചേച്ചിയുടെ പേര്, അനിയന്റെ പേര് കണ്ണൻ, കുട്ടൻ എന്ന വിളിപ്പേര്. പിന്നെ ഈ ദേവി എന്ന് പറയുന്ന കുട്ടിക്ക് കാഴ്ചശക്തിയില്ല, ജന്മന അന്ധയാ. കൺമണിയെ ദേവി ഇതുവരെ കണ്ടിട്ടുമില്ല. ശരിയല്ലേ ധർമ്മജ? അതിനെക്കുറിച്ച് വിശദമായി എനിക്കറിയില്ല. പക്ഷേ ഈ അടുത്ത സമയത്താണ് പഠിപ്പ് കഴിഞ്ഞ് കൺമണി തിരിച്ചു വന്നതായി എസ്റ്റേറ്റിലെ ആൾക്കാർ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. കേട്ടിടത്തോളം നല്ല തൻ്റെടിയായ ഒരു പെണ്ണാണ് കൺമണി. കളരിയിൽ നല്ല അറിവും. ചേച്ചിയോട് നമ്മൾ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് നടക്കരുത് രാത്രിയിൽ നിന്ന്? എങ്ങോട്ടെങ്കിലും പോണെങ്കി നമ്മളെ വിളിച്ചാ പോരായിരുന്നോ? അത് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ ഇപ്പൊ ഈ പാതിരാത്രി മുറ്റത്തിറങ്ങിട്ട് എന്ത് ചെയ്യാനാ? ആ റേഡിയോ വെച്ച് പാട്ട് വല്ലതും കേട്ടാ പോരെ? നീ പറഞ്ഞത് ശരിയാ. മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടിപ്പോ എന്താ വിശേഷം? കേൾവി മാത്രമല്ലേ ഉള്ളൂ. രാവേതാ പകലേതാ എന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ അനിയൻ ചെറുക്കൻ, അതൊരു കുഞ്ഞു പയ്യനാ. ഇപ്പൊ അനിയനെയും ചേച്ചിയെയും നോക്കുന്നത് കൺമണി എന്ന ഈ കുട്ടിയാ. ആ പിന്നെ വേറൊരു കാര്യമുള്ളത്, ദേവി എന്ന പെൺകുട്ടിക്ക് ഒരു ഓപ്പറേഷനിലൂടെ കാഴ്ചശക്തി തിരികെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഈ കൺമണി എന്ന പെൺകുട്ടി അതിനായിട്ട് കാശ് സ്വരൂപിക്കുന്നുണ്ട്. അവളുടെ ഏക ലക്ഷ്യവും അതുതന്നെയാ. ചേച്ചി പെണ്ണ് പാട്ട് കേട്ടിരിക്കുമ്പോ ഞാൻ കഞ്ഞിയും കറിയും ഉണ്ടാക്കും. ചേച്ചി, ആ. റേഷൻ കടയിൽ പഞ്ചസാര വന്നില്ല. എന്താ? പഞ്ചസാര കിട്ടിയില്ലാന്ന്. പഞ്ചസാര കിട്ടിയില്ല. ഇപ്പൊ കേട്ടോ? ആ കേട്ടു. ആ നീ അപ്പുറത്തെ ചേച്ചിയുടെ ചെന്ന് കുറച്ച് പഞ്ചസാര വാങ്ങിച്ചോണ്ട് വാ. എനിക്ക് വയ്യ. പറയണത് കേക്ക്. ഞാനിപ്പോ കടയിൽ പോയി വന്നല്ലേ ഉള്ളൂ. കുറച്ചേരം റെസ്റ്റ് എടുത്തോട്ടെ. ഞാനെന്താ ഇവിടുത്തെ അടിമയോ? ആകെയുള്ള ആൺതരിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. ഒരു വിലയും തരത്തില്ല. അയ്യോ, നീ എന്നാ ഇവിടെ ഇരിക്ക്. ആകെയുള്ള ആൺതരിക്ക് രാവിലെ പഞ്ചസാര ഇല്ലാതെ കട്ടൻ ചായ കൊടുത്താ മതി. കേട്ടോ കൺമണി? അയ്യേ,
ആ ഇനി അതിന്റെ പേരിൽ ഒരു ചർച്ച വേണ്ട. ഞാൻ പൊയ്ക്കോളാം. കൺമണി ചേച്ചി, ആ. ബാക്കി പൈസ ആ 5 രൂപ ഞാൻ കുടുക്കയിലിടാൻ എടുത്തിട്ടുണ്ട്. കൊറേ നാളായല്ലോ നീ കുടുക്ക പൈസ ഇടുന്നു. ഇതുവരെ നിറഞ്ഞില്ലേ അത്? സത്യം പറയടാ, നീ ശരിക്കും അതിൽ പൈസ ഇടണുണ്ടാ? ശരിക്കും ഞാൻ ഇടുന്നുണ്ട്. അതെ, എന്റെ ദേവി ചേച്ചിയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള പൈസയാ. ഓപ്പറേഷന്റെ അന്ന് രാവിലെ ഞാൻ കുടുക്ക പൊട്ടിക്കും. എന്നിട്ട് അതിലെ പൈസ ഞാൻ കൺമണി ചേച്ചി ഏൽപ്പിക്കും. അവരെ 3 പേരെയും ആളുകൾക്ക് ഇഷ്ടമാ. ഞാൻ പറഞ്ഞല്ലോ, കൺമണിക്ക് കുറച്ച് തൻ്റെ ഇടം കൂടുതലാ. നമ്മളത് കണ്ടതാണല്ലോ. ഇതുപോലൊരു സ്ഥലത്ത് 2 പെൺപിള്ളേരും ഒരു കുഞ്ഞു പയ്യനുമായി താമസിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കൂടുതൽ ധൈര്യം ഉണ്ടെങ്കിലേ ശരിയാവൂ സാറേ. ഒരു ആൺതുണയില്ലാത്ത വീടല്ലേ. അല്ല, മറ്റു ഡീറ്റെയിൽസ് എന്തെങ്കിലും? വല്ല അഫയേഴ്സ് വല്ലതും? ഐ മീൻ വല്ല പ്രേമോ മറ്റോ? അങ്ങനൊരറിവ് ആർക്കുമില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കെന്താ? ധർമ്മൻ ചേട്ടൻ പൊയ്ക്കോളൂ, നാളെ കാണാം. ശരി. നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി രാജാറാം. പക്ഷേ ഇപ്പൊ തൽക്കാലത്തേക്കെങ്കിലും അത് ശ്രീലക്ഷ്മിയാണെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. ആഴമളക്കാനാവാത്ത ഒരു ആത്മബന്ധമുള്ളതുപോലെ എൻ്റെ മനസ്സ് പറയുന്നു. അതിന് വ്യക്തത വരും വരെ കാത്തിരിക്കണം. ചേച്ചി എവിടെ പോയതാ? റേഷൻ വന്നു എന്നറിഞ്ഞിട്ട് വാങ്ങാൻ പോയതാ മോളെ. മണ്ണെണ്ണ കിട്ടിയില്ല, ബാക്കിയൊക്കെ കിട്ടി. നീ എവിടേക്കാ? ആ, ബി ബ്ലോക്കിലെ നബീഷട്ടക്ക് കുറച്ച് വിറക് കീറണമെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. അങ്ങോട്ട് പോണ വരിക. അതിന് വിറക് കീറാനൊക്കെ നിന്നെ കൊണ്ടാവോ കൺമണി? ആ, അതുണ്ട്. നമ്മൾ ഒറ്റ അടിമുടിയല്ലേ ചേച്ചി? നമ്മളുടെ സ്ട്രോങ് ബോഡിയല്ലേ. കളരിമുറ പോലെ അല്ല വിറക് കീറല്, കട്ടപ്പണിയാ. ആ പിന്നെ നബീസയുടെ കയ്യിൽ നിന്ന് അപ്പൊ തന്നെ പൈസ വാങ്ങിച്ചെടുത്തോളണം. പിശുക്കിന്റെ അങ്ങേ അറ്റോ. ആ, അത് നമ്മള് കൃത്യമായിട്ട് വാങ്ങും. ചേച്ചിക്ക് അറിയാലോ എന്റെ അത്യാവശ്യം. കണ്ണു അടച്ച് ഞാൻ എല്ലാം കയറി ഏക്കുന്നേ എന്റെ ചേച്ചിയുടെ ഓപ്പറേഷന് വേണ്ടിയാ. ജോലി ചെയ്തിട്ട് പൈസ തന്നില്ലെങ്കിൽ നബീഷിട്ട് നമ്മൾ മയ്യത്താക്കും. എന്നാ നമ്മൾ പോയിട്ട് വരാം ചേച്ചി. ശരി ശരി. കൺമണി,
ചിട്ടി പൈസ? ആ അത് നമ്മള് നാളെ എത്തിച്ചോളാം. ആ